നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ നിന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യ നിരക്കിൽ ശസ്ത്രക്രിയ ലഭ്യമാക്കുന്നുവെന്ന് ഡയറക്ടർ ഫർഹാൻ യാസിൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ശസ്ത്രക്രിയകൾ ഒഴിവാക്കേണ്ടി വരുന്നവർക്ക് ആശ്വാസമായി കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ പുതിയ പദ്ധതികൾ ആരംഭിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യ നിരക്കിൽ ശസ്ത്രക്രിയാ സഹായം നൽകുന്ന ഈ പദ്ധതിയിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുണനിലവാരമുള്ള ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഡോക്ടർ രവീന്ദ്ര സാറിന്റെ നേതൃത്വത്തിൽ എല്ലാ ഡോക്ടേഴ്സും ഇത്തരം രോഗികൾക്ക് അവരുടെ ചാർജുകൾ വേണ്ട എന്ന് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർ വേണ്ടെന്ന് വെക്കുമ്പോൾ ആശുപത്രി എന്ന രീതിയിൽ നമ്മളും നമ്മുടെ ചാർജുകൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉപയോഗിക്കുന്ന മരുന്നും കൺസ്യൂമേഴ്സും മാത്രം വെച്ചിട്ട് ഇത്തരം രോഗികളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 ആഴ്ചയോളം ഏതാണ്ട് 100ഓളം ആൾക്കാർക്ക് ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരിന്ന് സന്തോഷകരമായി തിരികെ പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ലാർജ് സ്കെയിലിലേക്ക് കൊണ്ടുവരാൻ കേരള ഒട്ടാകെ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിൽ നിങ്ങളുടെയും കൂടി സഹായം നമുക്ക് വളരെ അനിവാര്യമാണ്. കാരണം മാധ്യമപ്രവർത്തകർ വിചാരിച്ചാൽ മാത്രമേ ഇത്തരം ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും സൗജന്യമായി കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സാമ്പത്തികം ഇല്ലാത്തവർക്ക് നമ്മുടെ ചാർജിൽ ഒഴിവാക്കി കൊടുക്കാം. സാമ്പത്തികമുള്ളവരെയും നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും പൈസ വാങ്ങിക്കാണ്ട് മുന്നോട്ട് പോകാനൊക്കെ ഇല്ലല്ലോ. അതുകൊണ്ട് ഇല്ലാത്തവർക്ക് നമ്മുടെ ഹോസ്പിറ്റൽ ചാർജസും ഡോക്ടർമാർ അവരുടെ ചാർജസും ഒഴിവാക്കി ശസ്ത്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു വേറിട്ട ഒരു രീതി അത് ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഒരു ആശുപത്രിയും അത് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ആശുപത്രി ഇത്തരം സ്റ്റെപ്പായിട്ട് മുന്നോട്ട് വരുന്നത്. നമുക്കതിൻ്റെ ഫീസോ ലാഭമോ വേണ്ട. നമ്മൾ അതിൽ നിന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ മാത്രം പൈസയിൽ ആ രോഗിക്ക് ചെയ്തു കൊടുക്കാം. ഇനി അത്തരം ആ പൈസ പോലും എടുക്കാനില്ലാത്ത ആൾക്കാരുണ്ടാവും, കുറേ ആൾക്കാരുണ്ടാവും. മരുന്നും ഉപകരണങ്ങൾക്ക് പോലും കാശുണ്ടാവില്ല. അതിന് നമ്മൾ ട്രസ്റ്റ് വഴി ഒരുപാട് ട്രസ്റ്റുകൾ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ റോട്ടറി അടക്കം ഇന്ന് രാവിലെ സംസാരിച്ചിട്ടേ ഉള്ളൂ. അവരുടെ സഹായത്തോടു കൂടി ആ പൈസ അവർ ആ രോഗിക്ക് കൊടുക്കുന്ന പോലെ ആക്കിയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു സൽക്കർമ്മമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പദ്ധതി പോകുന്ന സമയത്ത് നമുക്ക് കേരളത്തിലുള്ളതിന് കുറേ ആൾക്കാർ നമുക്കെല്ലാവർക്കും അറിയാം കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട്. പൈസ ആവാൻ വേണ്ടി കാത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരു വീട് പണയം വെച്ച് അല്ലെങ്കിൽ കുടുംബം വിറ്റിട്ട് വേണം ഒരു സർജറി നടത്തേണ്ടത്. ആ സാഹചര്യം മാറ്റുക, ആ സാഹചര്യം നമ്മുടെ ജീവിതങ്ങളിൽ തന്നെ മാറ്റുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. കേൾക്കുമ്പോൾ ഇത് നടപ്പിലാവുമെന്ന് എല്ലാവർക്കും ഒരു സംശയം തോന്നുമെങ്കിലും കഴിഞ്ഞ 100 കേസ് നടപ്പിലാക്കിയതിൻ്റെ ഒരു ധൈര്യം എനിക്കുണ്ട്. ആ ധൈര്യത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിലെ സഹകരണത്തോടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. കാർഡിയാക് സയൻസ്, ജനറൽ സർജറി, യൂറോ ആൻഡ് നെഫ്രോളജി, ഗാസ്ട്രോ സയൻസസ്, ഓർത്തോപെഡിക്സ്, ന്യൂറോ സയൻസസ്, ഒബ്ജസ്റ്റിക് ആൻഡ് ഗൈനക്കോളജി, അനസ്തഷ്യോളജി, പാത്തോളജി, മൈക്രോബയോളജി, റേഡിയോളജി തുടങ്ങിയ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ, നഴ്സിംഗ് സ്റ്റാഫ്, പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിവർ ഈ പദ്ധതിയുടെ വിജയത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കും. മെഡിക്കൽ ഡയറക്ടറും ചീഫ് കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ രവീന്ദ്രന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുക. വിദഗ്ധ ഡോക്ടർമാരും സന്നദ്ധ സംഘടനകളും ഈ മാനുഷിക സഹായ പ്രവർത്തനത്തിന് ഭാഗമാകും. ആരോഗ്യം ഒരു അവകാശമാണെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ചികിത്സ ലഭിക്കാത്തവർക്ക് ആശ്വാസമായിരിക്കും ഈ പദ്ധതിയെന്നും കിംസ് കേരള ക്ലസ്റ്റർ സിഇഒയും ഡയറക്ടറുമായ ഫർഹാൻ യാസിൻ പറഞ്ഞു. കേരളത്തിൽ ആദ്യമായാണ് ഒരു സ്വകാര്യ ആശുപത്രി ഇത്തരമൊരു മാതൃകാ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ: സൗജന്യ ശസ്ത്രക്രിയ, OPD ക്ലിനിക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സർജറി ആവശ്യമുള്ള ആളുകൾക്ക് സൗജന്യ പരിശോധനയും സർജറിയും ഇളവുകളും ലഭ്യമാക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 70 25 76 76 76 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സമഗ്ര ന്യൂസ്, കണ്ണൂർ.